ചങ്ങായിമാരെ, ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു വീഡിയോ ആണ്. നിങ്ങൾ തട്ടി മാറ്റി പോകരുത് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട മഹാനടൻ അന്തരിച്ചു പോയ കൊച്ചിൻ അനീഫ. മൂപ്പര് മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട്. അത് സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ മൂപ്പര് മരണപ്പെട്ട്. എന്നിട്ട് ഈ 16 വർഷങ്ങൾക്ക് ശേഷം ഭാര്യ അത് സാധിച്ചെടുത്തു, സ്വന്തമായെന്നൊരു വീട്. അതല്ല ഇവിടെ വിഷയം. ഇവിടെ ദിലീപ് എന്ന ആ മഹാനടനി അവരോട് ചെയ്തൊരു പ്രവൃത്തി കേട്ടാലുണ്ടല്ലോ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു വരും. അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ദിലീപ് അവരുടെ ഫാമിലിയോട് ചെയ്തത്. ഈ 16 വർഷം മൂപ്പരൊക്കെ കൊച്ചിൻ അനീഫ മരിച്ചതിന് ശേഷം ആ കാറുണ്ടായിരുന്നു. അത് ദിലീപ് എന്ത് പറഞ്ഞെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നല്ല കേട്ടാ, മൂപ്പരെ കൊച്ചിൻ അനീഫാൻ്റെ ഭാര്യൻ്റെ ബ്രദർ സംസാരിക്കുന്ന വാക്കുകളാണ്. അത് നിങ്ങൾക്ക് കേൾപ്പിച്ചാൽ നിങ്ങൾ കേട്ടോളൂ. ആ കാറ് എൻ്റെ ഇതിൽ കൊണ്ടുവിടൂ, ഞാനതിൽ വരുമാനം തരാമെന്ന്. 16 വർഷം ആ കാറിൻ്റെ വാടക എന്താ അതിന് പറയുന്നത്, അതിൻ്റെ വരുമാനം അവരെ വീട്ടിലേക്ക് എത്തിച്ച് കൊടുത്ത് ആര് കൊടുത്ത്? ദിലീപ് കൊടുത്ത്. നോക്കണം, ഒരാളും അങ്ങനെ ചെയ്യും. ആ ദിലീപിൻ്റെ മനസ്സ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ ദിലീപ് ജയിലിലായിരുന്നപ്പോഴും ആ 3 മാസം മുടങ്ങാതെ വീട്ടിലേക്ക് അതിൻ്റെ വരുമാനം എത്തിച്ചു കൊടുത്ത്. നോക്കണം, എത്ര മനസ്സ് ക്ലിയറുള്ളൊരു വ്യക്തിയാണ് ദിലീപ് അല്ലേ. കേൾക്കുമ്പോൾ ഇല്ലേ, ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇല്ലേ, കണ്ണുനീര് വന്നു പോകും. അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ദിലീപ് ചെയ്തത്. ആരും അങ്ങനെ ചെയ്യൂ എൻ്റെ സുഹൃത്തുക്കളെ. ഒന്നിക്കലും 1 വർഷം 2 വർഷം സഹായിക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്തെന്നറിയോ, ഏതൊരാളും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ 1 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വണ്ടി പൊളിഞ്ഞ് അതായി വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ നിർത്തും. പക്ഷേ ഈ ദിലീപ് ഒരു കാറിൻ്റെ മുകളിൽ വരുമാനം കൊടുത്തത് 16 വർഷം. കൊച്ചിൻ അനീഫാനെ കൂടുതൽ അറിയുന്നൊരു വ്യക്തിയായിരിക്കാം ദിലീപ്. ആ ദിലീപ് കൊച്ചിൻ അനീഫാൻ്റെ കുടുംബം വേറൊരാളെ മുമ്പിൽ കൈനീട്ടണ്ട, അത് എൻ്റെ മുമ്പിലും കൈനീട്ടണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാടക, അതിൻ്റെ വരുമാനം എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് എത്തിച്ച് കൊടുത്തോലും. അപ്പോൾ ദിലീപിൻ്റെ മനസ്സിൽ എന്തുണ്ടത്, വേറൊരാളെ മുമ്പിൽ ആ പെണ്ണുങ്ങളും ആ മക്കളും കൈനീട്ടിപ്പോകരുതേ, ഒരവസ്ഥ എത്തിക്കരുതേ എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ ദിലീപിൻ്റെ ഈ നല്ല പ്രവൃത്തികളിൽ ചെയ്യുമ്പോൾ ഇല്ലേ, ഒരുപാട് സ്നേഹം തോന്നുന്നു. ഒരുപാട് എന്താ അതിന് പറയുന്നത്. ദിലീപ് എന്ന മഹാനടനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ വാക്കുകളില്ല എൻ്റെ സുഹൃത്തുക്കളെ. ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ 1 വർഷം 2 വർഷം എത്തിക്കും. ഇത് എത്ര 16 വർഷം അതിലുണ്ടാക്കിയ വീട് എന്നാണ് പറയുന്നുള്ളത്. നിങ്ങൾ നോക്കിയ ആ വീടിൻ്റെ സൗന്ദര്യം. എന്നിട്ടും അത് പോരാ. നിങ്ങൾക്കറിഞ്ഞ ദിലീപ് 1 മണിക്കൂർ നേരം ഈ വീട് കുടിയാന്നതിനും വേണ്ടിയിട്ട് പുറത്ത് ബാങ്ക് കൊടുക്കാനും കാത്തു നിന്ന്. കാരണം ചില മുസ്ലിങ്ങൾ കൂടുതലും വീട് കുടിയാന്നത് സ്വബിനിസ്കാരം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ സ്വബി ബാങ്ക് കൊടുക്കുമ്പോൾ സ്വബി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് കയറുന്നത്. ആ 1 മണിക്കൂർ നേരം ആ മഹാനടൻ കാറിൽ കാത്തിരുന്ന്. എന്നിട്ട് ആദ്യം എത്തിയതാര്, ഈ ബ്രദർ പറയുന്നത്, ഞാനെത്തുന്നതിനങ്ങാട്ടി മുമ്പ് ദിലീപ് വന്നിട്ട് അവിടെ കാറിലുണ്ട്. എന്താല്ലേ ദിലീപ്, നമ്മളെ പ്രാർത്ഥനയിലില്ലേ ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തി ചെയ്യുന്ന ദിലീപിനെ ഉൾപ്പെടുത്തണം. കേൾക്കാല വാക്കുകളിലേക്ക്. ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഇവരെ ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപേട്ടൻ. പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ അനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനീഫ് ഖാന്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇന്നോവ കാർ, അത് എന്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ
മനസ്സിലാക്കുന്നതും, അതായത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടന് ആ ഒരു ഹനീഫ് ഖാന്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും 1-2 മാസം, 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളണമെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും ഇവരെ എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം അവിടെയാണ്. ഒരു വിളി അകലെയാണ്. ഇന്നും രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിലൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ 1 മണിക്കൂർ കാത്തു നിന്നു. പള്ളിയിൽ ബാങ്കോടുത്താണെങ്കിൽ കണ്ടത് ഇത്രയും ആ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും. ദിലീപേട്ടൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാൻ എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിനൊരു അംശം പോലും ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല ഫിറോസ് എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഇന്നിപ്പോ അശോകേട്ടൻ പോയ സമയത്ത് തന്നെ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നല്ലൊരു ഇമോഷണൽ ആയിരുന്നു. ഈ ഒരു കുടുംബം, ഹനീഫ് ഖാന്റെ കുടുംബത്തെ വെച്ചാൽ മലയാളികൾ സ്നേഹത്തോടെ നെഞ്ചിലേറ്റ കുടുംബമാണ്. അവരെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്നോടൊക്കെ ചോദിക്കല് ഹനീഫ് ഖാന്റെ ഭാര്യയും മക്കളും സുഖാണ്. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വേറൊരു ഞാൻ കണ്ടിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു. സഫ മറവ എന്ന പേര് പോലും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഹനീഫ് ഖാന്റെ ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഹനീഫ് ഖാന്റെ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എല്ലാവരെയും ഒരേപോലെ, കുടുംബത്തിനെ ആയാലും എല്ലാം ഒരേപോലെ കണ്ടതാണ്. തീർച്ചയായിട്ടും ഹനീഫ് ഖാൻ വേറെന്നോട് പറയാൻ ഞങ്ങൾ കാണുന്ന ഹനീഫ് ഖാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ. പക്ഷെ ഇത് ദിലീപേട്ടനൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മോർണിംഗ് ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ പിന്നിൽ ബിഹൈൻഡ് ദ സ്ക്രീന് ഹനീഫ് ഖാന്റെ ഒരു ഇടപെടൽ, അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഇടപെടൽ, അത് ശരിക്കും അതിന്റെ ഒരു അഭാവം ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നാണ് ദിലീപേട്ടൻ ഇന്ന് രാവിലെ കൂടി പറഞ്ഞത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നുള്ളൊരു ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഹനീഫ് ഖാൻ. കേട്ടില്ലേ വാക്കുകൾ? എത്ര മനസ്സിൽ തട്ടിയ വാക്കുകളാണ് ആ സഹോദരന് പറയുന്നുള്ളത് ദിലീപിനെ പറ്റിയിട്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം എൻ്റെ സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ ഇന്ന് അവിടെ വീട് കൂടിയിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട നടന് അശോകൻ വന്നിട്ടുണ്ടായിരുന്നു. ഹരിശ്രീ അശോകൻ മൂപ്പരോട് ചോദിക്കുന്നു ഹനീഫ് ഖാനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾ സംസാരിക്കുക, 2 വാക്ക് പറയാനും വാക്കുകളില്ല. എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടല്ലേ ഈ കൊച്ചിൻ ഹനീഫ എന്നൊരു വ്യക്തിയെ. സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെല്ലാം കാണുമ്പോൾ ഇല്ലേ, എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മഹാനടൻ നമ്മുടെ ദിലീപ്. അതിനെപ്പറ്റിയിട്ടേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാൻ. അത് കാണുമ്പോൾ ഇല്ല, ഈ ഒരു സീന് കാണുമ്പോൾ അല്ലേ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോകുന്നു. അങ്ങനെയുള്ളതാണ് ആ വീട് കൂടെ ആദ്യം എത്തി നിറഞ്ഞിട്ട്. എന്നിരുന്നാലും ഇനിയും ദിലീപിന് നല്ലത് വരട്ടെ എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.